ഈ ചോദ്യത്തിൽ ഇംഗ്ലീഷിലെ അക്ഷരമാല നൽകിയിരിക്കുന്നു. എ മുതൽ ഇസഡ് വരെയുള്ള 26 അക്ഷരങ്ങളും ക്രമത്തിന് നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: മുകളിൽ നൽകിയിരിക്കുന്ന അക്ഷരമാല നിരയിൽ നിങ്ങളുടെ ഇടത്തു നിന്ന് 15ാമതായി വന്നിരിക്കുന്ന അക്ഷരത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന 8ാമത്തെ അക്ഷരമേത്? അപ്പോൾ ഇടത്ത് നിന്ന് 15ാമത്തെ അക്ഷരം, ഇടത്തെ അറ്റത്തെ എ ആണ്. ഇടത്ത് നിന്ന് 15ാമത്തെ അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരമാലയിലെ 15ാമത്തെ അക്ഷരം, അത് ഓയാണ്. ഇതാണ് 15ാമത്തെ അക്ഷരം. അതിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന 8ാമത്തെ അക്ഷരം ഏത്? അപ്പോൾ അതിൻ്റെ വലതുവശത്ത് 8ാമത്തെ അക്ഷരം നമുക്ക് എണ്ണിയെടുക്കാവുന്നതേ ഉള്ളൂ. 1 2 3 4 5 6 7 8. അപ്പോൾ W ആയിരിക്കും അതിൻ്റെ വലതുവശത്ത് 8ാമത് നിൽക്കുന്ന അക്ഷരം. അപ്പോൾ ഉത്തരം W ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം: ഒറ്റയാനെ കണ്ടെത്തുക. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. RNJ, XTP, MIE, ZWR. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 3 അക്ഷരങ്ങൾ വീതമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് അക്ഷരങ്ങളുടെ ക്രമനമ്പറുകൾ, അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ ക്രമനമ്പറുകൾ കൊടുത്തു നോക്കാം. R 18ാമത്തെ അക്ഷരമാണ്, N 14ാമത്തെ അക്ഷരവും, J 10ാമത്തെ അക്ഷരവും. അതുപോലെ X 24ാമത്തെ അക്ഷരമാണ്, T 20ാമത്തെ അക്ഷരം, P 16ാമത്തെ അക്ഷരമാണ്, M 13ാമത്തെ അക്ഷരം, I 9ാമത്തെ അക്ഷരവും, E 5ാമത്തെ അക്ഷരവുമാണ്. Z 26ാമത്തെ അക്ഷരം, W 23ാമത്തെ അക്ഷരം, R 18ാമത്തെ അക്ഷരം. അപ്പോൾ ഈ ക്രമനമ്പർ നോക്കുക. 18 4 കുറഞ്ഞ് 14, 14 4 കുറഞ്ഞ് 10. അപ്പോൾ 4 വീതമാണ് കുറഞ്ഞു വരുന്നത്. 24 4 കുറച്ചാൽ 20, 20 4 കുറച്ചാൽ 16. അപ്പോൾ 13 4 കുറച്ചാൽ 9, 9 4 കുറച്ചാൽ 5. ഇവിടെ 26 4 കുറച്ചാൽ 22 ആയിരുന്നു വരേണ്ടിയിരുന്നത്. അതായത് 22ാമത്തെ അക്ഷരമാണ് ഇവിടെ വരേണ്ടിയിരുന്നത്. V ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ W ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നത് ഇതാണ്, ZWR. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി, ZWR. ശശി ഒരു വസ്തു വാങ്ങിയപ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനേക്കാൾ 30% കുറവ് ലഭിച്ചു. അയാൾ അത് 25% ലാഭത്തിൽ 8750 രൂപയ്ക്ക് വിറ്റാൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില എന്ത്? ഇവിടെ ശശി എന്നയാൾ ഒരു വസ്തു വാങ്ങിയപ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനേക്കാൾ 30% കുറവ് ലഭിച്ചു. അയാൾ അത് 25% ലാഭമെടുത്ത് 8750 രൂപയ്ക്ക് വിറ്റു. എങ്കിൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില എന്ത്? നമുക്കറിയില്ലാത്ത അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില, ആ സാധനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില X എന്ന് നമുക്കെടുക്കാം. അങ്ങനെയാണെങ്കിൽ ശശിക്ക് ഈ സാധനം ഈ Xനേക്കാൾ 30% കുറവ് ലഭിച്ചു, വില കുറച്ച് ആ സാധനം ലഭിച്ചു. അപ്പോൾ 30% വിലക്കുറവ് ലഭിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ശശി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലയുടെ 70% കൊടുത്തിട്ടുള്ളൂ. അതായത് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില X എന്നെടുത്താൽ Xൻ്റെ 70% ശശി ആ സാധനത്തിന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ Xൻ്റെ 70% കാണുന്നത് എങ്ങനെയാണ്? X ഗുണം 100/70. അപ്പോൾ X ഗുണം 100/70 ശശി ആ സാധനത്തിന് കൊടുത്ത തുക. ഇനി ഇയാളിത് 25% ലാഭമെടുത്ത് 8750 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഇതിന് 25% ലാഭം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കൊടുത്ത തുകയേക്കാൾ 25% കൂടുതൽ തുകയ്ക്കാണ് അയാളത് വിറ്റത്. അയാൾ ആ സാധനം വാങ്ങാൻ കൊടുത്ത തുകയേക്കാൾ 25% കൂടിയ വിലയ്ക്ക് അയാളത് വിറ്റു. സാധനം വാങ്ങാൻ അയാൾ കൊടുത്ത തുക X ഗുണം 100/70. അപ്പോൾ ഇതിനേക്കാൾ 25% കൂടുതൽ. അപ്പോൾ ഇത് 100% എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനേക്കാൾ 25% കൂടുമ്പോൾ 125% ആവും. അപ്പോൾ ഇതിൻ്റെ 125% തുകയ്ക്കാണ് അയാൾ ആ സാധനം വിറ്റത്. അപ്പോൾ ഇതിൻ്റെ 125% കാണാൻ ഇത് ഗുണം 100ൽ 125. അപ്പോൾ ഇതാണ് ശശി ആ സാധനം കൊടുത്ത വില. അപ്പോൾ ഈ വിലയാണ് 8750 എന്ന് നൽകിയിരിക്കുന്നത്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് Xൻ്റെ വാല്യൂ കാണാം. അപ്പോൾ X മാത്രം നമുക്ക് ഇടതുവശത്ത് നിർത്താം, ബാക്കിയുള്ള സംഖ്യകളൊക്കെ വലതുവശത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ X സമം 8750 ഗുണം, അപ്പോൾ ഈ സംഖ്യകളൊക്കെ വലതുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഛേദത്തിൽ കിടക്കുന്ന 2 100 അംശത്തിൽ ചെല്ലും. അതുപോലെ 70ഉം 125ഉം ഛേദത്തിലാവും. അപ്പോൾ 100 ഗുണം 100 ബൈ 70 ഗുണം 125. നമുക്ക് 100ഉം 125ഉം 25 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു 100 125ഉം 25 കൊണ്ട് ഹരിക്കാം. 100നെ 25 കൊണ്ട് ഹരിക്കുമ്പോൾ 4, 125നെ 25 കൊണ്ട് ഹരിക്കുമ്പോൾ 5.
അതുപോലെ 100-ൻ്റെ ഒരു പൂജ്യവും 70-ൻ്റെ ഒരു പൂജ്യവും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് 10-നെ ഹരിക്കാം. 10-നെ 5 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 2 വരും. ഇനി 8750-നെ 7 കൊണ്ട് ഹരിക്കണം. 875-നെ 7 കൊണ്ട് ഹരിച്ചാൽ 125 കിട്ടും. 7 ഗുണം 125 175. അതുകൊണ്ട് 8750-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 1250 എന്ന് വരും. 1250 ഗുണം 2, 1250-ൻ്റെ ഇരട്ടി 2500. 2500-നെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 10000 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10000 ആണ്. അതായത് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില 10000. ശരി ഉത്തരം ഓപ്ഷൻ എ.